നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. നമ്മുടെ ഹിസ്റ്ററിയിൽ സാധാരണ PSC ഹിസ്റ്ററിയിൽ ചോദിച്ചു. ഹിസ്റ്ററിയിൽ നമ്മൾ ജനറലി പറയുമ്പോൾ രണ്ടായിട്ട് പറയാം. ഏത് മത്സര പരീക്ഷയിലായാലും ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവും, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. പക്ഷെ PSCക്ക് നമ്മൾ പൊതുവെ കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അറിയാം, സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ രണ്ട് ജില്ലയിൽ മാറ്റം വന്നു. പാലക്കാടും പത്തനംതിട്ടയും നമുക്കറിയാം വളരെ വിവാദമായ ക്വസ്റ്റ്യൻ പേപ്പർ, ലോക ചരിത്രത്തിന്റെ അതിനൊക്കെ വളരെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഈ നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും മുമ്പിലുള്ള പ്രധാനപ്പെട്ട പരീക്ഷ LD എന്നൊക്കെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ പറയുമ്പോൾ ഈ ഒരു PSC പരീക്ഷയ്ക്ക് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി മാത്രം മതി, ഇന്ന ഭാഗം മാത്രം മതി എന്നൊന്നും പറയാൻ സാധ്യതയില്ല. നമ്മൾ രണ്ടും പഠിക്കണം. അപ്പൊ നമ്മൾ ചരിത്രമാണ് പഠിക്കുന്നത്. ചരിത്രത്തിന് ഞാൻ പറഞ്ഞു രണ്ടായിട്ട് തിരിക്കുന്നു, ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും നമുക്ക് ഇത്തവണ പഠിക്കണം പരീക്ഷകൾക്ക്. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം അതിനെ മൂന്നായിട്ട് വീണ്ടും ഫർദർ ക്ലാസിഫൈ ചെയ്യും. ചരിത്രത്തിന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് രണ്ടായി ക്ലാസിഫൈ ചെയ്തു. അതിൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ വീണ്ടും നമ്മൾ മൂന്ന് തലത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: പ്രാചീന ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ. പ്രാചീന ഇന്ത്യ നമുക്കറിയാം, അതായത് മഗധ രാജവംശങ്ങൾ, 16 ജനപദങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഹരിയങ്ക വംശത്തിൽ തുടങ്ങി ബിംബിസാരിൽ തുടങ്ങുന്ന രാജവംശങ്ങളുടെ ഒരു സീരീസ്. അതിനകത്താണ് ബുദ്ധൻ, ജൈനമതം, ആ കാര്യങ്ങളെല്ലാം വരുന്നത്. അശോകൻ, കനിഷ്കൻ, ഗുപ്തവംശം, അവസാന ഗുപ്തത്തിന്റെ അവസാനം വരെയാണ് നമ്മൾ പ്രാചീന ഇന്ത്യയിൽ പറയും. മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞാൽ 1206 മുതലുള്ള ഇന്ത്യ ചരിത്രമാണ്. 1206 സുൽത്താനേറ്റ് മുഗൾ, 1206 മുതൽ 1526 വരെയുള്ള സുൽത്താൻ കാലഘട്ടവും അതിന് വീണ്ടും 5 ആയിട്ട് തിരിക്കും. അതിനുശേഷം 1526 ശേഷം വരുന്ന മുഗളന്മാരുമായിട്ട് നമ്മുടെ മധ്യകാല ഇന്ത്യയിൽ പഠിക്കാം. മൂന്നാമത്തേതാണ് ആധുനിക ഇന്ത്യ. ആധുനിക ഇന്ത്യയുടെ നമ്മളൊരു സ്റ്റാർട്ടിങ്ങുമായി തുടങ്ങാറ് സാധാരണ മത്സര പരീക്ഷയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ വർഷം 1857ആണ്. ഈ വർഷത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പോപ്പെടുന്നത്. ഈ വർഷത്തിനാണ് നമ്മൾ ആധുനിക ഇന്ത്യയുടെ തുടക്കം എന്നുള്ള രീതിയിൽ സാധാരണ നിലയിൽ ഡിസ്കസ് ചെയ്ത് വരാറ്. ഇപ്പൊ റീസെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിളിക്കുന്നത് മറ്റൊരു കലാപത്തെയാണ്. 817 നടന്ന ഒഡീഷയിൽ, ഇന്നത്തെ ഒഡീഷയിൽ നടന്ന കരിങ്കയിൽ നടന്ന പൈക്ക വിദ്രോഹ, പൈക്ക കലാപത്തിനെ നമ്മൾ ഇന്ന് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊരു PSCയിൽ ഇപ്പോഴും ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 1857 കലാപമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇന്ത്യ ചരിത്രത്തിലെ ആധുനിക ഇന്ത്യയിലെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1857ആണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായ വസ്തുതകൾ, സമരം, സമരത്തിന്റെ അനന്തരഫലങ്ങൾ, ഇത്രയും കുറച്ച് പോയിന്റുകൾ. അത് എഴുതപ്പെട്ട കുറെ പുസ്തകങ്ങൾ, കുറെ അഭിപ്രായങ്ങൾ. ഓരോ പ്രദേശത്തും ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രാജ്യം മുഴുവൻ വ്യാപകമായ ഒരു സമരമൊന്നും ആയിരുന്നില്ല. ചില പ്രത്യേക പ്രദേശങ്ങളിൽ, ഉത്തർപ്രദേശിലൊക്കെ ആയിരുന്നു കൂടുതൽ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ ഈ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളും പറയുന്നത് കൂടെ വളരെ ചെറിയൊരു ഭാഗം നമുക്ക് അവസാനിപ്പിക്കും. ആദ്യം നമ്മൾ ഈ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ അറിയണം. ഈ 1857 കാലഘട്ടത്തിലൊന്നും നമ്മൾ ഭരിച്ചിരുന്നത് ഒരിക്കലും ബ്രിട്ടീഷുകാർ ആയിരുന്നില്ല. ബ്രിട്ടീഷ് ആയ ഒരു കമ്പനിയായ ഈസ്റ്റ് ഇന്ത്യ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ പഠിച്ചിട്ടുണ്ട് മധ്യകാല ഇന്ത്യയിൽ 1600 അക്ബറുടെ കാലത്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ എത്തുന്നത്. 1605 ശേഷം, അക്ബർ 605 മരണപ്പെടുന്നത്. അതിനുശേഷം ജഹാംഗീറിന്റെ കാലത്താണ് 608 എല്ലാം അവർ ഫാക്ടറികളൊക്കെ സ്ഥാപിച്ച് ഇന്ത്യയായിട്ട് കച്ചവട ബന്ധം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ആൽഫ്രിഡ്ജ് ആണ്. അദ്ദേഹത്തിന് നമ്മൾ മാർഗദർശിയായ ബ്രിട്ടീഷുകാരൻ എന്ന് പഠിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ തൊട്ട് ഇന്ത്യയിൽ എത്തുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ബ്രിട്ടീഷ് ആയ ഒരു കമ്പനി മാത്രമാണ്. വി വർ നോട്ട് അണ്ടർ ദ ക്രൗൺ, ബ്രിട്ടീഷ് ക്രൗൺ. അതൊരു ശൈലിയാണ്. ബ്രിട്ടീഷ് കിരീടത്തിന് അടിയിലാവുക എന്നൊക്കെ പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിന് കീഴിൽ വരിക എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ആ കാലഘട്ടത്തിലൊന്നും ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നില്ല. ഒരു ബ്രിട്ടീഷ് കമ്പനിയായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവട താല്പര്യങ്ങളോടുകൂടെ AD 1600 ഇന്ത്യയിൽ വരികയും അവർ ആദ്യമായി ഇന്ത്യൻ അധികാര കേന്ദ്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് 1757 പ്ലാസി യുദ്ധം മുതലാണ്. പ്ലാസി യുദ്ധത്തിലാണ് റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗലയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കച്ചവട താല്പര്യം, ഒരു അധികാര താല്പര്യത്തോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. തുടർന്ന് ബക്സാർ യുദ്ധത്തിന് ശേഷം ആ അധികാരം അവർ അരക്കെട്ടുറപ്പിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിലും പ്രത്യേകിച്ച് ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് ബംഗാൾ അധികാരം നിലനിർത്തിപ്പോന്നു. കാര്യമായ റെസിസ്റ്റൻസ് ഒന്നും പ്രതിരോധമൊന്നും ആദ്യകാലത്ത് ഇന്ത്യക്കാരുടെ ഇടയിൽ നിന്നും ഉണ്ടായിരുന്നില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ. പല കാര്യങ്ങളാലും നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ അസംതൃപ്തരായിരുന്നെങ്കിലും ആദ്യമായി ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം ഉണ്ടാവുന്നത് 1857 അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. പൈക്ക വിദ്രോഹ തൽക്കാലം നമ്മൾ മാറ്റി വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നാം പറഞ്ഞു
ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യക്കാരായ ജനങ്ങളുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങൾ കൊണ്ടും പ്രതിഷേധം ഉണ്ടായിരുന്നു. രാഷ്ട്രീയവും സാമ്പത്തികവും കാർഷികവും സാമൂഹികവുമായ ഒരുപാട് വിഷയങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്ന് കടുത്ത വിദ്വേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ഞാൻ പറയുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം അമർഷം ഉണ്ടാവാൻ കാരണമായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ അക്കാലത്ത് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ടിരുന്നത് ഗവർണർ ജനറൽ എന്നാണ്. ആദ്യത്തെ ഗവർണർ ജനറൽ റോബർട്ട് ക്ലൈവിന്റെ കാലം ബംഗാളിലെ ഗവർണറായിരുന്നു റോബർട്ട് ക്ലൈവ്. പിന്നെ വാഗൻ ഹിസ്റ്റിങ്സ് ആണ് ഗവർണർ ജനറലായി ഉയർത്തപ്പെടുന്നത്. അതിനുശേഷം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായി മാറുന്നത് വില്യം ബെന്റിക് ആണ്. ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഗവർണർ ജനറൽമാർ എടുക്കുന്ന സമയത്ത് പറയും. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരുടെ കാര്യമായ ഭാഗങ്ങളൊക്കെ പറയും. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് 1857 ഇന്ത്യയിലെ ഗവർണർ ജനറൽ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഇന്ത്യയിൽ ഭരണം നടത്തുന്ന ഉദ്യോഗസ്ഥനെയാണ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ഗവർണർ ജനറൽ ലോർഡ് കാനിങ് ആയിരുന്നു. കാനിങ് പ്രഭുവിന്റെ കാലത്താണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പോപ്പെട്ടത്. ഇനി നമ്മൾ നോക്കുക, ഞാൻ പറഞ്ഞു നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പോപ്പെടാൻ ഇടയായ സാഹചര്യങ്ങൾ. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗവർണർ ജനറൽമാരുടെ കാലത്തുണ്ടായ പല നിയമങ്ങളുമാണ് ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരിച്ചത്. പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ ഞാൻ എഴുതാം. ദത്താവകാശ നിരോധന നിയമം 1848. ഈ നിയമം കൊണ്ടുവന്നത് റോബർട്ട് കാനിങ് പ്രഭു അല്ല കേട്ടോ. 1848 ദത്താവകാശ നിരോധന നിയമം നടപ്പിൽ വരുന്ന സമയത്ത് ഡെൽഹൌസി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ. ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഇന്ത്യയിലെ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ. ഈ നാട്ടുരാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉള്ള ഒരു രാജാവിന് അനന്തരാവകാശികൾ ഇല്ലെങ്കിൽ, അവര് മക്കളെ ദത്തെടുത്തതാണെങ്കിൽ ആ രാജാവിന്റെ മരണശേഷം ആ രാജ്യം ആ ദത്തെടുത്ത കുട്ടിക്ക് കിട്ടില്ല. ആ രാജ്യം ഓട്ടോമാറ്റിക്കലി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് അനക്സ് ചെയ്യപ്പെടും, കൂട്ടിച്ചേർക്കപ്പെടും. അതാണ് ദത്താവകാശ നിരോധന നിയമം. 1848 കൊണ്ടുവന്ന ഗവർണർ ജനറലിന്റെ പേര് ഡെൽഹൌസി എന്നാണ്. ഡെൽഹൌസിയാണ് 1848 ദത്താവകാശ നിരോധന നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഈ നിയമപ്രകാരം ആദ്യമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഇന്നത്തെ മഹാരാഷ്ട്രയിലുള്ള സത്താഹ ആണ്. സത്താഹ മാത്രമല്ല, സത്താഹ ജയ്പൂർ, അതിനുശേഷം അങ്ങനെ ഔദ് ശബ്ദത്തിൽ ദത്താവകാശ നിരോധന നിയമം ആയിരുന്നില്ല. വജീറിന് മക്കളില്ലാഞ്ഞിട്ടല്ല, അത് അവരുടെ മക്കൾ തമ്മിലുള്ള അധികാര പടംവലി കാരണമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദത്താവകാശ നിരോധന നിയമത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തത്. ഇതിനു മുമ്പെയാണ് 1824 കിട്ടു സമരമൊക്കെ, അങ്ങനെ പല നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ബ്രിട്ടീഷുകാർ ദത്താവകാശ നിരോധന നിയമപ്രകാരം 1848 ഡൽഹൌസി കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം PSC ചോദ്യമാണ്, സത്താഹ ആണ്, മഹാരാഷ്ട്ര. അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ടത് ഔധ് ആണ്. ഔധ് എന്നൊക്കെ പറയും, ഇന്നത്തെ ലക്നൗ. ഓക്കെ, ഈ ദത്താവകാശ നിരോധന നിയമം ഇന്ത്യയിലെ നാട്ടുരാജ്യക്കന്മാരുടെ ഇടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ വലിയൊരു വിയോജിപ്പുണ്ടായുള്ള ഒരു പ്രധാന കാരണമായി. രണ്ടാമത്തേതാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856. ഈ നിയമം കൊണ്ടുവന്ന സമയത്തും ഡെൽഹൌസി തന്നെയാണ് വൈസ്രോയി. അതേ വർഷമാണ് മാറിയിട്ട് കാനിങ് വരുന്നത്. കേൾക്കുമ്പോൾ നമ്മൾ ആധുനിക കാലത്ത് ചിന്തിക്കുമ്പോൾ ഇതൊരു നല്ല നിയമമല്ലെന്ന് തോന്നും. അതായത് ഹിന്ദു സ്ത്രീകളുടെ ഭർത്താവ് മരിച്ചാൽ അവരുടെ വിധവയായാൽ അവർക്ക് വേറെ വിവാഹം കഴിക്കാൻ അനുവാദം നൽകുന്ന നിയമം, ദത്താവകാശ നിരോധന നിയമം 1856. നമ്മൾ ആധുനിക കാലത്ത് ചിന്തിക്കുമ്പോൾ വളരെ പോസിറ്റീവായ ഒരു നിയമം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 1828 ഇവിടെ സതി നിർത്തലാക്കിയത്. ഭർത്താവ് മരണപ്പെട്ടാൽ തീയിൽ ചാടി മരിക്കണമെന്ന് പറഞ്ഞൊരു സമൂഹത്തിലാണ്, സതി നിലനിർത്തണമെന്ന് പറഞ്ഞൊരു സമൂഹത്തിലാണ് ഭർത്താവ് മരിച്ചാൽ സ്ത്രീയെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് യാഥാസ്ഥികരായ ഹിന്ദു വിഭാഗക്കാരുടെ ഇടയിൽ വലിയ വിയോജിപ്പ് ഉണ്ടാവുകയും ജനങ്ങൾക്ക് അടിച്ചേൽപ്പിച്ച ഈ നിയമത്തിനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കടുത്ത വിയോജിപ്പ് ഉണ്ടാവുകയും ചെയ്തു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട നിയമമാണ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ഈ ജനറൽ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് പോലീസ്, പട്ടാളം പോലുള്ള സർവീസാണ്. അക്കാലത്ത്
ഇന്ത്യയിലെ മതവിശ്വാസപരമായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഹിന്ദു വിഭാഗക്കാർക്ക് കടല് കടന്ന് പുറത്തു പോകാൻ പാടില്ല. ആദ്യമായി കടൽ കടന്ന ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയാണ്. മതവിശ്വാസ പ്രകാരം കടൽ കടക്കുന്നത് പാപമാണ്, തെറ്റാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 19ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടം. ആ ഒരു സമയത്ത് ജനറൽ സർവീസിന്റെ ഭാഗമായ ഇന്ത്യക്കാർ, അതായത് പോലീസിലും പട്ടാളത്തിലും ഒക്കെ ഇന്ത്യക്കാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആവശ്യപ്പെട്ടാൽ ഇന്ത്യക്ക് പുറത്തു പോയി അവർക്ക് യുദ്ധത്തിലൊക്കെ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് കടൽ കടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ മതപരമായ വിശ്വാസത്തിനെ ഹനിച്ചു. സ്വാഭാവികമായും ഈ ഒരു നിയമവും ബ്രിട്ടീഷുകാർക്കെതിരെ വലിയൊരു വിയോജിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമായി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ ഇത് മാത്രമല്ലോ, ഇത് പ്രധാന കാരണങ്ങൾ പറഞ്ഞത് മാത്രമല്ല. ഇത് കൂടാതെ തന്നെ കാർഷികപരമായ ഒരുപാട് അസംതൃപ്തി ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സാംസ്കാരികമായും മതപരമായും സാമ്പത്തികമായും ഒരുപാട് അരക്ഷിതാവസ്ഥയും അസംതൃപ്തിയും ബ്രിട്ടീഷുകാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഉണ്ടാവാൻ ഇന്ത്യയിലെ കാരണമായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ. പക്ഷെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ദത്താവകാശ നിരോധന നിയമം 1848, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് 1856 എന്നിവയാണ്. ഇതൊക്കെയാണ് കാരണങ്ങളെങ്കിലും ഇതും ഞാൻ പറയാത്തതുമായ പലതുമാണ് കാരണങ്ങളാണെങ്കിലും പെട്ടെന്ന് ഈ സമരം പൊട്ടിപ്പോപ്പെടാനുണ്ടായ കാരണം ഇതൊന്നുമല്ല. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ഒരുപാട് ചരിത്രത്തിൽ പഠിച്ചതാണ്. ബ്രിട്ടീഷുകാർ 1857 ജനുവരിയിൽ ഒരു നിയമം കൊണ്ടുവന്നു. അതായത് അന്ന് ഈ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പ്രധാനമായും നടന്നത് പട്ടാളക്കാരുടെ ഇടയിലാണ്. അതുകൊണ്ടാണ് ഇതിന് സിപ്പായി ലഹള എന്ന് കൂടി ഒരു പേരുണ്ട്. സിപ്പായിമാർ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അക്കാലത്ത് 1856 ജനുവരിയിൽ ബ്രിട്ടീഷുകാർ ഒരു പുതിയ തരം തോക്കും തിരയും അവതരിപ്പിച്ചു. ഒരു പുതിയ തരം റൈഫിളും അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള തിരകളും ഉണ്ടകളും. ഈ തിര ഒരു കവർ കവിച്ച് പൊട്ടിച്ചിട്ട് വേണമായിരുന്നു അവർക്ക് എടുത്ത് ഉപയോഗിക്കേണ്ടിയിരുന്നത്. ഈ കവർ ഉണ്ടാക്കിയ വസ്തു, അതായത് ഈ ഉണ്ടയിട്ട് വെച്ചിരിക്കുന്ന കവർ ഉണ്ടാക്കി വെച്ച വസ്തു പശുവിന്റെയും പന്നിയുടെയും മാംസം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്നൊരു കിംവദന്തി അവിടെ പടരുകയുണ്ടായി. പശുവിന്റെയും പന്നിയുടെ മാംസം കൊണ്ടാണ് ഈ കവർ ഉണ്ടാക്കിയത്. ഈ കവർ കടിച്ച് പൊട്ടിച്ചിട്ട് വേണം അവർക്ക് ഈ ഉണ്ട പുറത്തെടുക്കാൻ. പശുവിന്റെ മാംസം, പശു ഹിന്ദുക്കൾക്ക് വിശുദ്ധമായ മൃഗമാണ്, അവർക്ക് പശുവിന്റെ മാംസം ഉള്ളത് കഴിക്കാൻ പറ്റില്ല. പന്നി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നിഷിദ്ധ മൃഗവുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് വിഭാഗക്കാരുടെയും, ഹിന്ദുക്കളായ പട്ടാളക്കാരുടെയും മുസ്ലിങ്ങളായ പട്ടാളക്കാരുടെ ഇടയിൽ വലിയ തോതിൽ വിയോജിപ്പുണ്ടാക്കിയ ഒരു നിയമത്തിനെതിരെ അങ്ങനെയാണ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ, അദ്ദേഹത്തിന്റെ പേരാണ് മംഗൾ പാണ്ഡെ എന്ന പട്ടാളക്കാരൻ. ഈ മംഗൾ പാണ്ഡെ പട്ടാളത്തിൽ ഏത് റെജിമെന്റിലാണ് എന്നത് മുന്നത്തെ ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. ബംഗാൾ നാഷണൽ ഇൻഫൻട്രിയിലെ ബംഗാൾ നാഷണൽ ഇൻഫൻട്രിയുടെ ബാരക്പൂർ റെജിമെന്റിലെ 34ാം നമ്പർ ബാരക്പൂർ റെജിമെന്റിലെ ഒരു പട്ടാളക്കാരനായിരുന്നു മംഗൾ പാണ്ഡെ. അദ്ദേഹത്തിന്റെ പട്ടാളത്തിലെ ഇതിന്റെ നമ്പറാണ് 34. BNI പറഞ്ഞ ബംഗാൾ നാഷണൽ ഇൻഫൻട്രി എന്നാണ് ബംഗാൾ കാലാൾപ്പെട ബാരക്പൂർ ബംഗാൾ, അതായിരുന്നു അദ്ദേഹത്തിന്റെ റെജിമെന്റ്. അതിലെ ഒരു പട്ടാളക്കാരനായ മംഗൾ പാണ്ഡെയോട് അദ്ദേഹത്തിനോട് ഈ കവർ കടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് നിഷിദ്ധനായിരുന്നു, ബ്രാഹ്മണൻ. അദ്ദേഹം എന്ത് ചെയ്തു? തന്നോട് ഇത് ആവശ്യപ്പെട്ട പട്ടാളക്കാരൻ അദ്ദേഹം വെടിവെച്ചു കൊന്നു. ലഫ്റ്റനന്റ് അഡ്ജുട്ടന്റ് ബൗ, BAUGH ബൗ എന്നാണ് പട്ടാളക്കാരന്റെ പേര്. ചില പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ജെയിംസ് ഹ്യൂസിന്റെ ഒക്കെ പേര് കാണുന്നുണ്ടാവും. ശരിയായ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിനെയാണ് മംഗൾ പാണ്ഡെ വെടിവെച്ചു കൊല്ലുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരന്റെ ഇടയിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഉണ്ടാവുകയാണ് 1857 മാർച്ച് മാസം 29ാം തീയതി. മംഗൾ പാണ്ഡെ എന്ന് പറഞ്ഞ ബംഗാൾ നാഷണൽ ഇൻഫൻട്രിയിലെ 34ാം നമ്പർ പട്ടാളക്കാരൻ തന്നോട് ഈ തോക്കും തിരയും കടിച്ചു പൊറിക്കാൻ പറഞ്ഞ ലഫ്റ്റനന്റ് ജനറൽ അഡ്ജുട്ടന്റ് ബൗവിനെ അദ്ദേഹം വെടിവെച്ചു കൊന്നു. അതോടുകൂടിയാണ് കലാപത്തിന് തുടക്കാവുന്നത്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ഈ മംഗൾ പാണ്ഡ്യയെ പിടികൂടുകയും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്യും. 1857 ഏപ്രിൽ മാസം 8ാം തീയതിയാണ് മംഗൾ പാണ്ഡ്യയെ തൂക്കിക്കൊല്ലുന്നത്. അതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെ ആയിരുന്നു. അദ്ദേഹം BNIയിലെ 34ാം റെജിമെന്റ് ബാരക്പൂർ റെജിമെന്റിലെ പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹമാണ് ലഫ്റ്റനന്റ് ജനറൽ ബോയെ വധിച്ചുകൊണ്ട് 1857 മാർച്ച് മാസം 29 ഈ സമരത്തിന് കാരണമായ വിഷയത്തിന് തുടക്കം കുറിച്ചതും അതേ വർഷം 1857 ഏപ്രിൽ 8 ഇദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടത്. അദ്ദേഹമാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി. ഇതിനെ തുടർന്ന് തൊട്ടടുത്ത മാസത്താണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ഈ കലാപം പൊട്ടിപ്പോപ്പെടുന്നത്. കാരണം പെട്ടെന്നുള്ള കാരണം ഇതാണ് കേട്ടോ. പശുവിന്റെ പന്നിയുടെ മാംസം ഉപയോഗിക്കാൻ പറഞ്ഞു മംഗൾ പാണ്ഡെ ലഫ്റ്റനന്റ് ജനറൽ ബൗവിനെ വെടിവെച്ചു. അങ്ങനെ കലാപം ആരംഭിച്ചു. കലാപം ആരംഭിച്ച തീയതി നമ്മൾ അറിഞ്ഞിരിക്കണം. 1857 മെയ് മാസം 10ാം തീയതി ഡൽഹിക്കടുത്ത് ഇന്നത്തെ ഉത്തർപ്രദേശിലുള്ള മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒഫീഷ്യലി പൊട്ടിപ്പോപ്പെട്ടത്.
ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചൊരു സമരമൊന്നായിരുന്നില്ല. ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച ഒരു സമരമായിരുന്നു. പൊട്ടിപ്പുറപ്പെട്ട തീയതി അറിഞ്ഞിരിക്കുക. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച തീയതി 1857 മെയ് 10. സമരത്തിന് തുടക്കം കുറിച്ച, പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച സ്ഥലമായിരുന്നു ഉത്തർപ്രദേശിലെ മീററ്റ്. മെയ് 10 മീററ്റിൽ നിന്ന് ഒത്തുകൂടിയ കലാപകാരികൾ നേരെ ഡൽഹിയെ ലക്ഷ്യമായി യാത്ര തുടരുകയും മെയ് 12 ഡൽഹിയിൽ എത്തിയിട്ട് അവര് അന്നത്തെ മുഗൾ പിന്തുടർച്ചക്കാരനായ, മുഗൾ രാജാവെന്ന് ഞാൻ പറയുന്നില്ല, രാജഭരണമൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതോടുകൂടെ കഴിഞ്ഞിട്ടുണ്ട്. മുഗൾ ആ സമയത്തെ പിന്തുടർച്ചക്കാരനായിരുന്ന ബഹദൂർ ഷാ സഫറിനെ, ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയും, ബഹദൂർ ഷാ സഫർ എന്ന് പറയും, ഒക്കെ ഒരാൾ തന്നെയാണ്. അദ്ദേഹം ആ സമയത്തെ മുഗൾ കുടുംബത്തിലെ ഏറ്റവും സീനിയർ ആയ വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തെ ഡൽഹിയുടെ ഷഹൻഷാ, ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു കലാപകാരികൾ. ഇതിനകത്ത് ഒരു ചെറിയൊരു മെസ്സേജ് അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബഹദൂർ ഷാ സഫറിനെ ഡൽഹിയുടെ ഷഹൻഷായി, ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നത് കലാപകാരികൾ? അവർ ബ്രിട്ടീഷുകാരോട് പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യയിൽ അധികാരം ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ത്യ ഭരിക്കേണ്ടത് മുഗളന്മാരാണ്. ആ മുഗൾ വംശത്തിൽപ്പെട്ട ബഹദൂർ ഷാ സഫറിനെ, ഇന്നത്തെ അക്ബറുടെയും ബാബറുടെയും ഒക്കെ പിന്തുടർച്ചക്കാരനായ ബഹദൂർ ഷാ സഫറിനെ ഡൽഹിയുടെ ഷഹൻഷാ ആക്കുന്നതിനോടുകൂടെ നിങ്ങളുടെ മേധാവിത്വം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഗൾ രാജാവ് മതി എന്നുകൊണ്ട് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതിയും അതിന് അവർ കലാപകാരികൾ തങ്ങളുടെ രാജാവായിട്ട് പ്രഖ്യാപിച്ച വ്യക്തി മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ സഫറിനെയാണ്. തുടർന്ന് കലാപം പൊട്ടിപ്പുറപ്പെടും. കലാപത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ, അതല്ല നമുക്ക് ഈ ഭാഗത്തിൽ ചോദ്യങ്ങൾ വരുന്ന കുറച്ച് ഭാഗങ്ങൾ, അതിനേക്കാൾ ഇതിന് കലാപമായിട്ട് ബന്ധപ്പെട്ട കുറെ വിവരണങ്ങളിൽ അതിനൊക്കെ നമുക്ക് പുസ്തകങ്ങളിൽ അതിനൊക്കെ ചോദ്യം വരാറുണ്ട്. കലാപത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ വരാം. ഓരോ ഭാഗത്തിനും കലാപത്തിന്, ഇന്ത്യയുടെ ഓരോ ഭാഗത്തും കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളെ പറയാനുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് 1857 കലാപം, അതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് നമ്മളിവിടെ വിളിക്കുന്നത്. ബോർഡുകൾ എഴുതിയിട്ടുണ്ട്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നാണ് 1857 കലാപത്തെ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ ആദ്യമായി വിശേഷിപ്പിച്ച ഇന്ത്യക്കാരനാണ് വി.ഡി. സവർക്കർ. വി.ഡി. സവർക്കർ എഴുതിയ, വിനായക് ദാമോദർ സവർക്കർ എന്നാണ് മുഴുവൻ പേര്. വി.ഡി. സവർക്കർ എഴുതിയ പുസ്തകമാണ് ഇന്ത്യൻ ഫസ്റ്റ് ഇന്ത്യൻ വാർ ഫോർ ഇൻഡിപെൻഡൻസ് 1857. ഇന്ത്യൻ വാർ ഫോർ ഇൻഡിപെൻഡൻസ് 1857 എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് വി.ഡി. സവർക്കർ 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ പോയിന്റ് ശ്രദ്ധിക്കുക, 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ വി.ഡി. സവർക്കറാണ്. ആദ്യത്തെ വിദേശി നമ്മൾ അറിഞ്ഞിരിക്കണം, സുപ്രസിദ്ധ കമ്മ്യൂണിസ്റ്റ് തത്വചാരനായ കാറൽ മാർക്സ് ആണ്. അദ്ദേഹം ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ, ഒരു അമേരിക്കൻ പുസ്തകമല്ല, പത്രമാണ്, അമേരിക്കൻ പത്രത്തിൽ അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി. ആ ആർട്ടിക്കിളിനകത്താണ് അദ്ദേഹം എന്ത് പറയുന്നത്, കാറൽ മാർക്സ് 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ വിനായക് ദാമോദർ സവർക്കർ. അദ്ദേഹം ഇന്ത്യൻ ഫസ്റ്റ് ഇന്ത്യൻ വാർ ഫോർ ഇൻഡിപെൻഡൻസ് 1857 എന്ന പുസ്തകത്തിൽ അങ്ങനെ പറയുന്നു. ആദ്യമായി അങ്ങനെ വിശേഷിപ്പിച്ച വിദേശി എന്ന് പറയുന്നത് കാറൽ മാർക്സ് ആണ്. അദ്ദേഹം ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എഴുതിയ ഒരു ആർട്ടിക്കിളിനകത്താണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. കൂടാതെ 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ വിശേഷിപ്പിച്ച ഒരു ബ്രിട്ടീഷ് MP ഉണ്ട്, മെമ്പർ ഓഫ് പാർലമെന്റ് ടു ദ ബ്രിട്ടീഷ് പാർലമെന്റ്. അദ്ദേഹമാണ് ബെഞ്ചമിൻ റസ്സേൽ. 3 പേര് ഓർമ്മയുണ്ടാവണം. 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യക്കാരൻ വി.ഡി. സവർക്കർ, വിദേശി കാറൽ മാർക്സ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷുകാരനായ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് ബെഞ്ചമിൻ റസ്സേൽ. ഞാൻ പറഞ്ഞു, ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് പട്ടാളക്കാരുടെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർ അത് ശിപ്പായികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഈ കലാപം ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. ശിപ്പായികൾ തുടങ്ങിയ ലഹളയായതുകൊണ്ടാണ് ശിപ്പായി ലഹള. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ സിപ്പോയ് മ്യൂട്ടിനി എന്ന് വിളിക്കുന്നുണ്ട് ഇതിനെ. മ്യൂട്ടിനി, റിവോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ കലാപം, ലഹള എന്നൊക്കെയാണ് അർത്ഥം, ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം. ഈ കലാപത്തെ ആദ്യമായി ശിപ്പായി ലഹള എന്ന് വിളിച്ചത് 2 പേരാണ്. നിങ്ങൾ ആദ്യത്തെ പേര് പഠിച്ചാൽ മതി. ഏതാണ് PSCയുടെ പുസ്തകങ്ങളൊക്കെ കാണുക. ജോൺ ലോറൻസും ഏൾ സ്റ്റാൻലി എന്ന പത്രപ്രവർത്തകനുമാണ്. ഏൾ സ്റ്റാൻലി എന്ന പത്രപ്രവർത്തകനും ജോൺ ലോറൻസും. ഓക്കെ, അപ്പൊ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി വിശേഷിപ്പിച്ച ഇന്ത്യക്കാരൻ വി.ഡി. സവർക്കർ, ആദ്യത്തെ വിദേശി കാറൽ മാർക്സ്, ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് MP ബെഞ്ചമിൻ റസ്സേൽ. ഇതിന് ശിപ്പായി ലഹള എന്ന് പരിഹാസത്തോടെ വിശേഷിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് ജോൺ ലോറൻസ്.
4 പേര് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കും. ഓക്കെ, ഈ കലാപത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നാണ്. ഇതിലെ 4 വാക്കിനെ നെഗേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ പരിഹസിച്ച് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഇത് ഒന്നാമത്തേതോ ഇന്ത്യക്ക് വേണ്ടിയുള്ളതോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതോ എന്തിന് സമരം പോലും ആയിരുന്നില്ല. നോട്ട് ദ ഫസ്റ്റ്, നോട്ട് ഫോർ ഇന്ത്യൻ, നോട്ട് ഫോർ ദ ഇൻഡിപെൻഡൻസ് ആൻഡ് നോട്ട് ഈവൻ എ സ്ട്രഗിൾ. ഒന്നാമത്തേതോ ഇന്ത്യക്ക് വേണ്ടിയുള്ളതോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതോ എന്തിന് സമരം പോലും ആയിരുന്നില്ല എന്ന് പരിഹസിച്ചുകൊണ്ട് ഈ കലാപത്തിനെ പറ്റി എഴുതിയ വ്യക്തിയാണ് R.C. മജുംദാർ. അദ്ദേഹം എഴുതിയ പുസ്തകം കൂടെ നിങ്ങൾ അറിയണം. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദ സിപ്പോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് 1857. ഈ പുസ്തകത്തിനകത്താണ് ഇദ്ദേഹം ഇതിനെ ഒന്നാമത്തേതോ ഇന്ത്യക്ക് വേണ്ടിയുള്ളതോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതോ ഇന്ത്യൻ സമരം പോലും ആയിരുന്നില്ല എന്ന് ആദ്യമായി വിശേഷിപ്പിച്ച വ്യക്തിയാണ് രമേശ് ചന്ദ്ര മജുംദാർ, R.C. മജുംദാർ. വേറൊരു മജുംദാറിനെ നമ്മൾ ഈ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്, A.C. മജുംദാർ. മാറിപ്പോയത് രണ്ടാളാണ്. ഇത് രമേശ് ചന്ദ്ര മജുംദാർ, അദ്ദേഹമാണ് ഒരു ഹിസ്റ്റോറിയനാണ്. മറ്റേത് അംബിക ചരൺ മജുംദാർ, A.C. മജുംദാർ 1916 INC ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി. അത് അംബിക ചരൺ മജുംദാർ, ഇത് രമേശ് ചന്ദ്ര മജുംദാർ, R.C. മജുംദാർ ആണ്. ഓക്കെ, ഈ സമരത്തിനായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന വളരെയേറെ പറഞ്ഞു കേൾക്കുന്ന ഒരു ഇതുണ്ടാവാം. അതായത് ഈ സമരത്തിന്റെ രഹസ്യ കോഡ് 857 സമരത്തിന്റെ രഹസ്യ കോഡ് എന്താണ് എന്നൊരു ചോദ്യം പല പുസ്തകങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചപ്പാത്തിയും താമരയും, അതായത് ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. കാരണം 857 ഫെബ്രുവരിയിലൂടെ കാലഘട്ടത്തിലൂടെ ഇന്ത്യൻ പട്ടാളക്കാരിൽ നിന്നും വ്യാപകമായി ഇന്ത്യൻ ജനങ്ങളിലൂടെ ചപ്പാത്തി വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നും കൃത്യമായി അതിന്റെ കാരണം അത് എങ്ങനെ റിവോൾട്ടിനെ സ്വാധീനിച്ചു എന്നതിനെ പറ്റിയൊന്നും ചരിത്രത്തിലില്ല. പക്ഷേ ഈ കലാപത്തിന് തുടക്കം കുറിച്ച സംഭവങ്ങളിൽ ഒന്നായി ഒരു ഈ ചപ്പാത്തി വിപ്ലവം, ചപ്പാത്തി കൈമാറ്റം എന്ന് പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രഹസ്യ കോഡ് എന്താണെന്ന് ചോദിച്ചാൽ ചപ്പാത്തിയും താമരയുമായിരുന്നു. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണ്ട. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. സമരം പൊട്ടിപ്പോപ്പെടാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, സമരത്തിനെ പറ്റി നൽകിയ വിശേഷണങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു, ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ച ഒരു സമരമായിരുന്നില്ല ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യ മുന്നേറ്റമൊന്നും ആയിരുന്നില്ല. പ്രധാനമായും ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് ഉത്തരേന്ത്യയിൽ മാത്രം നടന്നിരുന്ന ഒരു കലാപമായിരുന്നു ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. നമ്മൾ ചില സ്ഥലങ്ങളും അവിടെ ഈ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളും വളരെ പ്രധാനമാണ്, അതൊന്ന് അറിഞ്ഞിരിക്കുക. ഡൽഹി ആദ്യം കലാപത്തിന്റെ ഏറ്റവും വലിയ പ്രധാന കേന്ദ്രം ഡൽഹിയാണ്. തുടങ്ങിയത് മീററ്റിലാണെങ്കിലും ഡൽഹിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആരായിരുന്നു? ബഹദൂർ ഷാ സഫ. അദ്ദേഹത്തിന്റെ സഹായത്തിന് ജനറൽ ഭക്ത്ഗാനും ഉണ്ടായിരുന്നു. ഓക്കെ, ബഹദൂർ ഷാ സഫറാണ് ഡൽഹിയിൽ കലാപത്തിന് തുടക്കം കുറിച്ചത്. ബഹദൂർ ഷാ സഫർ എങ്ങനെയാണ് ഈ കലാപത്തിലേക്ക് വന്നു ചേർന്നത് നമുക്കറിയാം. അദ്ദേഹത്തെ ഡൽഹിയുടെ ചക്രവർത്തിയായിട്ട് കലാപകാരികൾ പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെയാണ് മുഗൾ വംശത്തിന്റെ തുടർച്ചക്കാരൻ എന്നുള്ള രീതിയിൽ ഡൽഹിയുടെ ഷാൻഷായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം കലാപത്തിൽ വന്നു ചേരുന്നു. അദ്ദേഹത്തിന് സഹായിയായ ഭക്തകൾ ഡൽഹിയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഏറ്റവും ശക്തമായിട്ട് കലാപം നടന്നിരുന്ന സ്ഥലമായിരുന്നു ഡൽഹി. അതേപോലെ തന്നെ ഏറ്റവും വലിയ ബ്ലഡ് ഷെഡ് ആയിട്ട്, ഏറ്റവും രക്തരൂക്ഷിതമായിട്ട് ബ്രിട്ടീഷുകാരെ കലാപം അടിച്ചമർത്തിയ സ്ഥലവും ഡൽഹി തന്നെയാണ്. ഡൽഹിയിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു ജനറൽ നിക്കോൾസൺ. ഇദ്ദേഹമാണ് ഡൽഹിയിൽ കലാപത്തെ അടിച്ചമർത്തിയ വ്യക്തി. ഞാൻ പറഞ്ഞു, വളരെ ബ്ലഡ് ഷെഡ് ആയിട്ടാണ്, വളരെ രക്തരൂക്ഷിതമായിട്ടാണ് നിക്കോൾസൺ സമരത്തിനെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ബുച്ചർ ഓഫ് ഡൽഹി. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജനറൽ നിക്കോൾസൺ ആണ്. കാരണം അദ്ദേഹം അത്രയും ബ്ലഡ് ഷെഡ് ആയിട്ടാണ് ഡൽഹിയിൽ ഈ കലാപത്തിന് അടിച്ചമർത്തിയത്. ഇനി ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് അറിയാം. ജനറൽ ഭക്തൻ യുദ്ധത്തിനിടയിൽ അബ്സ്കോണ്ടിങ് ആണ്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചുള്ള കാര്യം അറിയില്ല. ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാരെ തടവിലാക്കും. ഹുമയൂണിന്റെ ശവകുടീരം, മുഗൾ ചക്രവർത്തിയായിരുന്ന ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നാണ് ബഹദൂർ ഷാ സഫറിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ തടവിലാക്കിയതിനു ശേഷം അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക്, റംഗൂൺ എന്ന് പറഞ്ഞാൽ മ്യാൻമാറിലാണ്. പണ്ടത്തെ മ്യാൻമാറിന്റെ തലസ്ഥാനമായിരുന്നു റംഗൂൺ അഥവാ യംഗൂൺ. ഇപ്പം നേപ്പിളുമാണ് മ്യാൻമാറിന്റെ തലസ്ഥാനം നമുക്കറിയാം. അദ്ദേഹത്തെ റംഗൂണിലേക്ക് നാട് കടന്നു.
ആരെ ബഹദൂർ ഷാ സഫറിനെ റംഗൂൺ കടന്നിട്ടാണ് ഇദ്ദേഹം 1862 ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ശവകുടീരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് റംഗൂണിലാണ്. 3 മുഗൾ ചക്രവർത്തിമാരുടെ ശവകുടീരം മാത്രമേ ഇന്ത്യക്ക് പുറത്തുള്ളൂ. ഒന്ന് ബാബറാണ്, ബാബറിന്റേത് കാബൂളാണ്. രണ്ടാമത്തെ ജഹാംഗീറാണ്, ജഹാംഗീറിന്റെ ലാഹോറാണ്. മൂന്നാമത്തേതാണ് ബഹദൂർ ഷാ സഫർ. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റംഗൂണിലാണ്, മ്യാൻമാറിലാണ്. 862 ഇദ്ദേഹം മ്യാൻമാർ കടന്ന് മരിക്കുന്നത്. ഇദ്ദേഹത്തെ ബ്രിട്ടീഷ് സൈന്യം തടവിലാക്കി പിടിച്ചു റംഗൂണിലേക്ക് നാട് കടന്നു. ബഗ്ഗാൻ ഞാൻ പറഞ്ഞു അബ്സ്കോണ്ടിംഗ് ആണ്. ജനറൽ നിക്കോൾസനാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ. സമരം വളരെ ശക്തമായി നടന്നിരുന്ന ഇന്ത്യയിലെ മറ്റൊരു നഗരമായിരുന്നു കാൺപൂർ. ഝാൻസി, കാൺപൂർ. കാൺപൂരിലെ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു നാനാ സാഹിബ്. അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് താന്തിയ തോപ്പിയോ ഉണ്ടായിരുന്നു. നാനാ സാഹിബ് എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന പരാമർശം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് നാനാ സാഹിബ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിളിക്കുന്നത് നാനാ സാഹിബാണ്. നമ്മൾ പറഞ്ഞു ബഹദൂർ ഷാ സഫർ എങ്ങനെയാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടത്? അദ്ദേഹത്തെയാണ് ഷഹൻഷായിട്ട് അവരോധിച്ചത്. അതെങ്ങനെയാണ്? എങ്ങനെയാണ് നാനാ സാഹിബ് കാൺപൂരിൽ ഈ സമരത്തിന് നേതൃത്വം നൽകാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ഈ നാനാ സാഹിബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പേഷ്യ രാജാവായിരുന്ന, പേഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, മറാഠ സാമ്രാജ്യത്തിന്റെ 5 വിഭാഗങ്ങൾ ഒന്നായിരുന്നു പേഷ്യ. പേഷ്യകൾ പൂനെ കേന്ദ്രീകരിച്ചും, ബോൺസ്ലാകള് നാഗ്പൂർ കേന്ദ്രീകരിച്ചും, ബറോഡ കേന്ദ്രീകരിച്ചും, ആ ഒരു മറാഠ സീരീസ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന വിഭാഗമായിരുന്നു പേഷ്യകൾ. പേഷ്യ ബാജിറാവോ ഒന്നാമനെ പറ്റിയുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ബാജിറാവോ മസ്താനി, അത് ബാജിറാവോ ഒന്നാമന്റെ കഥ പറയുന്നതാണ്. ആ വംശത്തിലെ അവസാനത്തെ പേഷ്യ ആയിരുന്നു ബാജിറാവോ രണ്ടാമൻ. ബാജിറാവു രണ്ടാമൻ എന്ന് പറഞ്ഞ പേഷ്യ രാജാവിന് മക്കളില്ലായിരുന്നു. അദ്ദേഹം 2 കുട്ടികളെ ദത്തെടുക്കും. ഒരു കുട്ടിയുടെ പേരാണ് ദോന്ദൂപന്ത്. ശ്രദ്ധിക്കണം, നാനാ സാഹിബിന്റെ ശരിയായ പേരാണ് ദോന്ദൂപന്ത്. അദ്ദേഹം ഒരു പെൺകുട്ടിയെ ദത്തെടുക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പേരാണ് മണികർണിക. അപ്പൊ പേഷ്യ രാജാവായ ബാജിറാവു രണ്ടാമന്റെ വളർത്തു മക്കളായിരുന്നു ദോന്ദൂപന്തും മണികർണികയും. ഈ ദോന്ദൂപന്താണ് നാനാ സാഹിബ് എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. മണികർണിക ആണ് റാണി ലക്ഷ്മിഭായ് എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു ബാജിറാവു രണ്ടാമന് മക്കൾ ഉണ്ടായിരുന്നില്ല. 2 ദത്തു മക്കളായിരുന്നു, നാനാ സാഹിബ് എന്ന ദോന്ദൂപന്തും റാണി ലക്ഷ്മിഭായ് എന്ന മണികർണികയും. അങ്ങനെ ബാജിറാവു രണ്ടാമൻ മരണപ്പെടുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം, ദത്താവകാശ നിയമപ്രകാരം അദ്ദേഹത്തിന്റെ പേഷ്യ സാമ്രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും നാനാ സാഹിബ് അതിനെ എതിർക്കും. അപ്പൊ നാനാ സാഹിബിന് കൊടുക്കുന്ന എഷ്യൂറൻസ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വാർഷിക പെൻഷനായിട്ട് 8 ലക്ഷം രൂപ തരാമെന്നാണ്. 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് പോലും നമുക്കൊരു വലിയ തുകയാണ്. 8 ലക്ഷം രൂപ 1887 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 800 കോടി രൂപയുടെ മതിപ്പുണ്ട്. അത്രയും വലിയൊരു പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞ സമയത്ത് നാനാ സാഹിബ് ആ തന്റെ പേഷ്യ സാമ്രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് അനക്സ് ചെയ്യാൻ സമ്മതിച്ചെങ്കിലും ബ്രിട്ടീഷുകാർ നാനാ സാഹിബിനെ പറ്റിക്കും. അവർ പെൻഷൻ തടഞ്ഞു വെക്കും. നാനാ സാഹിബിന് പെൻഷൻ കൊടുക്കാൻ തയ്യാറാവില്ല. അങ്ങനെയാണ് നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതും ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകുന്നതും ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നതും നാനാ സാഹിബാണ്. ഞാൻ പറഞ്ഞു ബാജിറാവു പേഷ്യ രണ്ടാമന്റെ വളർത്തു മക്കളാണ് മണികർണികയും ദോന്ദൂപന്ത് എന്ന നാനാ സാഹിബും. ആ അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന പാണ്ഡുരംഗിന്റെ മകനാണ് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്ന താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ ശരിയായ പേരാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. ബാജിറാവു പേഷ്യ രണ്ടാമന്റെ സൈന്യാധിപനായ പാണ്ഡുരംഗിന്റെ മകനാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ താന്തിയ തോപ്പി അവിടെയും ഇവിടെയും വന്നത്. കാൺപൂരിൽ നേതൃത്വം നൽകിയത്, ഝാൻസിയിൽ നേതൃത്വം നൽകിയത്. ഈ 2 സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും താന്തിയ തോപ്പി, ഇവിടെയും ഇവിടെയും കാണാം. കാരണം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബാജിറാവു പേഷ്യയുടെ വളർത്തുമക്കളായ നാനാ സാഹിബ് അദ്ദേഹത്തിന്റെ സഹോദരിയാണ് റാണി ലക്ഷ്മിഭായ്. റാണി ലക്ഷ്മിഭായെ ഝാൻസിയിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നതാണ്. ആ 2 സ്ഥലം അവരുടെ കളിക്കൂട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് താന്തിയ തോപ്പി 2 സ്ഥലത്തും വരുന്നത്. ഇവർക്കൊക്കെ എന്താ സംഭവിച്ചത് എന്ന് നോക്കാം. ഈ കാൺപൂർ പറഞ്ഞതിന് ശേഷം ഞാൻ ഝാൻസിയിലേക്ക് വരാം കേട്ടോ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ശരിയായ പേര് ദോന്ദൂപന്ത്. ഇദ്ദേഹം കലാപാനന്തരം നേപ്പാളിലേക്ക് പലായനം ചെയ്തു. അദ്ദേഹത്തിന് പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. അദ്ദേഹം നേപ്പാളിലേക്ക് പലായനം ചെയ്യും. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്ന താന്തിയ തോപ്പി ഇദ്ദേഹം വീണ്ടും കലാപം തുടരും. അദ്ദേഹം കാൺപൂരിൽ നിന്ന് പരാജിതനായി ഝാൻസിയിൽ വരും. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ് വധിക്കപ്പെട്ടതിന് ശേഷം സ്വന്തം നിലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ചെയ്യും. അദ്ദേഹമാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായി ഒളിപ്പോരിന് നേതൃത്വം നൽകിയ വ്യക്തി.
ഒളിപ്പോരിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമചന്ദ്ര പാണ്ഡുരൻ എന്ന താന്തിയ തോപ്പി. അദ്ദേഹത്തിന്റെ സുഹൃത്തായ മാൻസി മുറ്റുകൊടുത്തതിനെ തുടർന്ന് 1758 ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാര് മെയ് മാസം 8-ാം തീയതി ബ്രിട്ടീഷുകാര് മധ്യപ്രദേശിലെ ശിവപുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഇദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്തു, തൂക്കിലേറ്റു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയ താന്തിയ തോപ്പി എന്ന രാമചന്ദ്ര പാണ്ഡുരംഗനെ 858 ഏപ്രിൽ മാസം ബ്രിട്ടീഷുകാര് ശിവപുരിയിൽ വെച്ചിട്ടാണ് തൂക്കിക്കൊല്ലുന്നത്. ഓക്കെ, അങ്ങനെ അവർ രണ്ടുപേരുടെയും കഴിഞ്ഞു. ഇത് നേരെ ഞാൻ ഝാൻസിയിലേക്ക് വരികയാണ്. ഝാൻസിയിൽ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു റാണി ലക്ഷ്മിഭായ്. റാണി ലക്ഷ്മിഭായിയുടെ ശരിയായ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, മണികർണിക എന്നാണ്. ബാഷ്യ ബാജിറാവ് രണ്ടാമത്തെ വളർത്തുമകളായിരുന്നു റാണി ലക്ഷ്മിഭായ്. അവരെ ഝാൻസിയിലേക്ക് വിവാഹം കഴിഞ്ഞതായിരുന്നതാണ്. ഝാൻസിയിലെ അന്നത്തെ ഭരണാധികാരിയായ ഗംഗാധർ റാവുവാണ് റാണി ലക്ഷ്മിഭായിനെ വിവാഹം കഴിക്കുന്നത്. പക്ഷെ അവർക്കും മക്കളുണ്ടാവില്ല. തുടർന്ന് ഗംഗാധർ റാവു മരണപ്പെടുന്നതിനെ തുടർന്ന് ഗംഗാധർ റാവുവിന്റെ സാമ്രാജ്യമായ ഝാൻസി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ഏറ്റെടുക്കുന്നതിനെ തുടർന്നാണ് റാണി ലക്ഷ്മിഭായ് ബ്രിട്ടീഷുകാർക്കെതിരെ പരസ്യമായി യുദ്ധത്തിന് വരുന്നത്. ബ്രിട്ടീഷുകാർക്ക് അവരെ നേരിട്ട് യുദ്ധത്തിന് ഇടപെടുന്നുണ്ട്. സഹായത്തിന് താന്തിയ തോപ്പി എന്ന രാമചന്ദ്ര പാണ്ഡുരംഗുണ്ട്. അങ്ങനെ റാണി ലക്ഷ്മിഭായ് ചരിത്രത്തിൽ മനുഭായ് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിഭായി ആണ്. റാണി ലക്ഷ്മിഭായ് ബ്രിട്ടീഷുകാരോടുള്ള യുദ്ധത്തിന് തുടർന്ന് 1858 ജൂൺ മാസം 18-ാം തീയതി ഗ്വാളിയോറിൽ വെച്ച്, സ്ഥലം അറിയാം, മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ വെച്ചിട്ട് ബ്രിട്ടീഷ് സൈന്യം എന്ന് പറഞ്ഞ ജനറൽ ഹ്യൂഗോസ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് സൈന്യ ഉദ്യോഗസ്ഥൻ നയിച്ച ബ്രിട്ടീഷ് സൈന്യമായുള്ള യുദ്ധത്തിനിടെ റാണി ലക്ഷ്മിഭായ് കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്ത് വധിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? റാണി ലക്ഷ്മിഭായ്. ഓക്കെ, ശരിയായ പേര് മണികർണിക. റാണി ലക്ഷ്മിഭായിനെ പറ്റി നമ്മൾ അറിയേണ്ടത്, നിങ്ങൾ ശതവർഷ യുദ്ധമൊക്കെ പഠിച്ചിട്ടുണ്ടോ അറിയില്ല. ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ നടന്ന ശതവർഷ യുദ്ധത്തിലെ ഒരു ഫ്രഞ്ച് വനിതയുണ്ട്, വളരെ ഇതായിട്ടുള്ള ജോയിൻ ഓഫ് ആർക്ക്. ജോൻ ഓഫ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് വനിതയാണ്. ബ്രിട്ടീഷ് ഫ്രഞ്ച് ശതവത്സര യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ് ജോൻ ഓഫ് ആർക്ക്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജോൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിഭായി ആണ്. മനു എന്ന് വിളിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി റാണി ലക്ഷ്മിഭായി ആണ്. ഓക്കെ, റാണി ലക്ഷ്മിഭായിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഒരു പദമുണ്ട്, അതും വളരെ പ്രധാനമാണ്. PSC ഒക്കെ ചോദിക്കും. ഇരുണ്ട പതലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാലും റാണി ലക്ഷ്മിഭായിനെയാണ്. അപ്പൊ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജോയിൻ ഓഫ് ആർക്ക് റാണി ലക്ഷ്മിഭായ്. ശരിയായ പേര് മണികർണിക. അദ്ദേഹത്തിന്റെ ഭർത്താവായിരുന്നു ഗംഗാധർ റാവു. ബാജിറാവു പേഷ്വ രണ്ടാമത്തെ വളർത്തുമകളായിരുന്നു. ഝാൻസി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് റാണി ലക്ഷ്മിഭായ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജോയിൻ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെട്ടിരുന്നു. ഇവരെ പറ്റി ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ് ഇരുണ്ട പതനത്തിലെ പ്രകാശമാനമായ ബിന്ദു. റാണി ലക്ഷ്മിഭായിക്ക് എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞു. ഗോളിയോറിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ അവർ മരണപ്പെടുന്നതാണ്. മറ്റു പ്രധാന സ്ഥലങ്ങളും അവിടെയൊക്കെ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളും മാത്രം പഠിച്ചാൽ മതി. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ അറിയേണ്ട. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. മീററ്റിലെ സമരത്തിന് നേതൃത്വം നൽകിയത് കരം സിംഗ് ആണ്. ശ്രദ്ധിക്കാം.
ഇവിടെയൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തും സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളെ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. മീററ്റ്, അവിടെയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്, അവിടെ കദം സിംഗ് ആണ് സമരത്തിന് നേതൃത്വം നൽകിയത്. മഥുരയിൽ ദേവി സിംഗ് ആണ്. ബഹൈനിൽ ഖാൻ ബഹാദൂർ ഖാൻ ആണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവധ്, ലഖ്നൗ, ആഗ്ര, 3 ചോദിച്ചത്. അവധ് എന്ന് പറഞ്ഞാൽ ആ അവധ് റീജിയൻ ആണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കാലത്ത് അവർ പറഞ്ഞിരുന്ന ഒരു പ്രദേശമാണ് അവധ്. അതിന്റെ ഭാഗമാണ് ഇന്നത്തെ ആഗ്രയും ലഖ്നൗ എല്ലാം വരുന്നത്. അവിടെ ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹലിനെ പറ്റി കൂടുതലൊന്നും അറിയേണ്ട, ഇവിടെ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. ആസാമിൽ ദിവാൻ മണിറാമാണ്. ബീഹാർ അല്ലെങ്കിൽ ജഗദീഷ്പൂർ അല്ലെങ്കിൽ ARH. ബീഹാർ പാറ്റ്നയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. ബീഹാറിൽ പാറ്റ്ന എന്ന് ചോദിക്കാം. പാറ്റ്ന എന്ന് ചോദിച്ചാലും ബീഹാർ എന്ന് ചോദിച്ചാലും ജഗദീഷ്പൂർ എന്നൊക്കെ ചോദിച്ചാലും ഒക്കെ കൺവർ സിംഗ് ആണ്. കൺവർ സിംഗിനെ പറ്റി 2 കാര്യങ്ങൾ കൂടി അറിയണം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധികൻ നമുക്കറിയാം ദാദാഭായ് നവറോജിയാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. ഇദ്ദേഹമാണ് ബീഹാർ സിംഹം. ബീഹാർ ഗാന്ധി രാജേന്ദ്ര പ്രസാദാണ് മാർക്കോവല്ലേ. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നതും കൺവർ സിംഗ് ആണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും കൺവർ സിംഗ് തന്നെയാണ്. പിന്നെ ഇത് അത്ര പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ കഴിഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ചു. അറിയാം, ബഹൌത്ത് പർഗാന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഷാ മാൽ ആണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഞാൻ എല്ലാം കൂടെ പറയാനുള്ള ഉദ്ദേശമില്ല. നമ്മൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രമാണ്. മീററ്റിൽ കദം സിംഗ് ആണ്. മഥുരയിൽ ദേവി സിംഗ് ആണ്. ബഹൈനിൽ ഖാൻ ബഹാദൂർ ഖാൻ ആണ്. അവധിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ആസാമിൽ ദിവാൻ മണിറാം ആണ്. ജഗദീഷ്പൂർ, പാറ്റ്ന എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൺവർ സിംഗ് ആണ്. അദ്ദേഹമാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് തന്നെയാണ്. ബഹാദൂർ പർഗാന കഴിഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഷാമാൽ ആണ്. ഷാമാൽ ആണ് അദ്ദേഹം സമരത്തിന് നേതൃത്വം നൽകിയത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവിടെയൊക്കെ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളുടെ പേരുമാണ് ഞാൻ പറയുന്നത്. ഈ സമരം ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട ഒരു സമരമാണ് 1857 കലാപം എന്ന് പറയുന്നത്. ഈ കലാപത്തിന്റെ ചില ആഫ്റ്റർ എഫക്റ്റും കലാപവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുടെ അതിന് നമുക്ക് ചോദ്യം വരും. ഈ കലാപത്തിന്റെ ഏറ്റവും വലിയ ആഫ്റ്റർ എഫക്ട് ഇന്ത്യയിൽ മുഗൾ ഭരണം എന്നതിലേക്കായിട്ട് അവസാനിച്ചു എന്നുള്ളതാണ്. കാരണം ബഹദൂർ ഷാ സഫ്ന ബ്രിട്ടീഷുകാര് നാട്ടിൽ കടത്തുന്നതാണ്. ഏറ്റവും വലിയ ഈ സമരത്തിന്റെ ഒരു അനന്തരഫലം എന്ന് പറഞ്ഞാല് മുഗൾ ഭരണം ഇന്ത്യയിൽ എന്നേക്കായി അവസാനിച്ചു എന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രധാന മാറ്റം എന്താണെന്ന് പറഞ്ഞാല് ബ്രിട്ടീഷുകാർക്കെതിരെ ഇത്രയും കാലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ യാതൊരുവിധ റെസിസ്റ്റൻസും ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ആദ്യമായി ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ ഉദ്ദേശത്തോടു കൂടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം തുടങ്ങി. അതുതന്നെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കമാവുകയും ചെയ്തു. അപ്പൊ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവം എന്ന് ചോദിച്ചാൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. നമുക്ക് പറയാം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം മുഗൾ ഭരണം എന്നത്തേക്കായിട്ട് അവസാനിക്കാൻ കാരണമായതും സ്വാതന്ത്ര്യ സമരമാണ്. അടുത്ത ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഇന്ത്യയിൽ ഭരിച്ച ഉദ്യോഗസ്ഥന്റെ പേരായിരുന്നു ഗവർണർ ജനറൽ. ഞാൻ പറഞ്ഞു ഈ കലാപം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, കാനിങ് ആണ്. കാനിങ്ങിന്റെ കാലത്താണ് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യ ഭരിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരുടെ ഭാഗത്തുനിന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ യാതൊരുവിധ പ്രക്ഷോഭവും ഉണ്ടായിട്ടില്ല, യാതൊരുവിധ പ്രതിഷേധം ഉണ്ടായിട്ടില്ല. വളരെ സപ്രസ്തരായ ഒരു ജനതയായിരുന്നു നമ്മുടെ. ഇപ്പൊ ആദ്യമായിട്ടൊരു കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടാവുകയാണ്. ആദ്യമായി ഒരു പ്രതിഷേധ സ്വരം ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടാവുകയാണ് 1857. അതോടെ ബ്രിട്ടീഷുകാർക്ക് എന്ത് മനസ്സിലായി? ഒന്ന് തുടങ്ങിയ സമയത്ത് ഇനി ഇതിന്റെ തുടർ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. തുടർന്ന് ഇന്ത്യക്കാരുടെ ഭാഗത്തും പ്രതിഷേധങ്ങൾ ഉണ്ടാവും. സിപ്പാഹി ലഹള ഒരു തുടക്കം മാത്രമാണ്, തുടർന്ന് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതോടുകൂടെ ബ്രിട്ടീഷുകാർ എന്ത് തീരുമാനിച്ചു? ഇതിങ്ങനെ നമുക്ക് ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിചാരിച്ചാൽ ഇന്ത്യയെ ഒരു പക്ഷേ അധികാരത്തിൽ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് എടുത്തു മാറ്റി നേരെ ബ്രിട്ടന്റെ കയ്യിലേക്ക് വെച്ചു. അതായത് അണ്ടർ ദ ക്രൗൺ ഓഫ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ അധികാര പരിധിയിലേക്ക് ഇന്ത്യയെ മാറ്റി. അതിന് കാരണമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ 1857 കലാപമാണ്. 1857 കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനന്തരഫലമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുത്തു. വിക്ടോറിയ സെക്കൻഡാണ് അന്ന് ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 1858 ഓഗസ്റ്റ് മാസത്തിൽ 2-ാം തീയതിയാണ് ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുക്കുന്നത്. എന്നിട്ട് ആ ഏറ്റെടുത്തുകൊണ്ട് വിക്ടോറിയ രാജ്ഞിയുടെ പ്രഖ്യാപനം ഇന്ത്യയിൽ വായിക്കുന്നത് 858 നവംബർ 1-നാണ്. അതിനെയാണ് വിക്ടോറിയ ഡിക്ലറേഷൻ, വിക്ടോറിയ പ്രഖ്യാപനം എന്നൊക്കെ പറയുന്നത്.
എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഇനിയും തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു പക്ഷേ ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല എന്ന് ബ്രിട്ടന് തോന്നിയത് കാരണം ഇന്ത്യയുടെ അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള കീഴിലകത്തേക്ക് മാറ്റിയ പ്രഖ്യാപനത്തെ പറയുന്ന പേരാണ് വിക്ടോറിയ ഡിക്ലറേഷൻ. 1858 ഓഗസ്റ്റിലാണ് വിക്ടോറിയ ഡിക്ലറേഷൻ എഴുതി തയ്യാറാക്കിയത്. അത് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്, ഇന്ത്യയിൽ വായിക്കുന്നത് അലഹബാദിൽ 1859 നവംബറിലാണ്. ആ പ്രഖ്യാപനത്തെയാണ് ആധുനിക ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്നത് വിക്ടോറിയാസ് ഡിക്ലറേഷൻ ആണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും 3 പ്രധാന അനന്തരഫലങ്ങൾ. മുഗൾ ഭരണം എന്നത്തേക്കായിട്ട് അവസാനിക്കുന്നു. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നു. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുക്കും. അതിന്റെ ഭാഗമായിട്ട് വേറൊരു കാര്യം കൂടെ ബ്രിട്ടൻ ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഇന്ത്യയിൽ ഭരിച്ച ഉദ്യോഗസ്ഥന്റെ പേര് ഗവർണർ ജനറൽ എന്നായിരുന്നു. ആ പദവി കാനിങ് ആണ്, പേര്, പദവി ഗവർണർ ജനറൽ എന്നാണ്. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല, ബ്രിട്ടൻ നേരിട്ട് ഭരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പദവി മാറ്റി വൈസ്രോയി എന്നാക്കി മാറ്റി. അപ്പൊ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ കാനിങ് ആണ്. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ കാനിങ് ആണ്. കാനിങ്ങിന് മാറ്റം ഉണ്ടായിട്ടില്ല. കാനിങ്ങിന്റെ പദവി ഗവർണർ ജനറലിൽ നിന്നും വൈസ്രോയി എന്നാക്കി മാറ്റി. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് മാറ്റി. ഇതിന് കാരണമായ പ്രഖ്യാപനമാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അപ്പൊ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു ചോദിച്ചാൽ കാനിങ് ആണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥൻ അത്ര പ്രധാനമല്ല, ക്യാമ്പ്ബെൽ എന്നാണ്. ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിങ്ങൾ അറിഞ്ഞിരിക്കണം, ലോർഡ് പാർമിസ്റ്റൺ ആണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലോർഡ് പാർമിസ്റ്റൺ ആണ്. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ സെക്കൻഡ് ആണ്. ആ സമയത്ത് ഇന്ത്യയിലെ പട്ടാള ഉദ്യോഗസ്ഥൻ ഗവർണർ ക്യാമ്പൽ ആണ്. ആ സമയത്ത് ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് കാനിങ് ആണ്. ഓക്കെ, ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ബ്രിട്ടീഷുകാർ ചെയ്തു. പറഞ്ഞല്ലോ, ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് നേരെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് വരികയാണ്. ഇവർ അണ്ടർ ബ്രോട്ടൺ ടു ബ്രിട്ടീഷ് ക്രൗൺ, ബ്രിട്ടീഷ് ക്രൗണിന്റെ കീഴിലേക്ക്, ബ്രിട്ടീഷ് അധികാരത്തിന്റെ നേതൃത്വത്തിലേക്ക് വരികയാണ്. അപ്പൊ 2 അധികാര കേന്ദ്രങ്ങൾ അവർ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് വൈസ്രോയ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തുടർന്ന് ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനെ വിളിക്കുന്ന പേരാണ് വൈസ്രോയ്. അതാരാണ് ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആദ്യത്തെ വൈസ്രോയിമാരാണ് കാനിങ് ആണ്. അതിൽ സംശയമില്ല. കൂടാതെ ഒരു പദവി കൂടെ ഉണ്ടാക്കി, അതാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്. ശ്രദ്ധിക്കണം, ഇനി 2 ഉദ്യോഗസ്ഥന്മാർ ചേർന്നാണ് ഇന്ത്യ ഭരിക്കുക. ഒന്ന് വൈസ്രോയ് ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കും. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ബ്രിട്ടീഷ് പാർലമെന്റിലാണ് ഉണ്ടാവുക. ഓരോ ബ്രിട്ടന്റെ കോളനിക്കും ഓരോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഇന്ത്യയുടെ ആദ്യത്തെ നിങ്ങൾ പല നിയമങ്ങൾ ഭാവിയിലേക്കാണ് ഞാൻ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മിന്റോ മോർലി ഭരണപരിഷ്കാരം. മിന്റോ വൈസ്രോയി ആണ്, മോർലി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആണ്. മൊണ്ടോഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. മൊണ്ടോഗു എന്ന് പറഞ്ഞാൽ വൈസ്രോയി ആണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞാൽ വൈസ്രോയി ആണ്. ഇങ്ങനെ അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ ഇരുന്നുകൊണ്ട്, ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയുടെ കാര്യം നോക്കുന്ന ഉദ്യോഗസ്ഥൻ. ഇന്ത്യയുടെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആണ് സർ എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. 2 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. വൈസ്രോയി ആണ് കൂടുതൽ അധികാരമുള്ള വ്യക്തി. അദ്ദേഹം ഇന്ത്യയുടെ ഭരണം നടക്കും. സമാനമായിട്ടുള്ള ബ്രിട്ടീഷ് പാർലമെന്റിലുള്ള അധികാര കേന്ദ്രമാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യയുടെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആണ് സർ എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. അവസാനത്തേത് വില്യം ഹാരി ആണ്. ഇന്ത്യയിലെ അവസാനത്തെ ഹരേ വില്യം എന്നറിയപ്പെടുന്നുണ്ട്. ഹരേ വില്യം ആണ് ഇന്ത്യയുടെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്. ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നത് ലോർഡ് ഹാമിൽട്ടനുമാണ്. അത്ര പ്രധാനമല്ല, ഇത് ആദ്യത്തെ ആളും അവസാനത്തെ ആളും മാത്രം പഠിച്ചത്. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത് ഇതുവരെ എഴുതപ്പെട്ട കുറച്ച് പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളും അത് എഴുതിയാണ്. ഇതിൽ ഞാൻ എഴുതുന്ന ഒന്നാമത്തെ പുസ്തകമാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ PSCക്ക് ഒരു തവണ ഒരു പക്ഷേ PSC ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ചോദ്യം കൂടിയാണ്. പുസ്തകത്തിന്റെ പേര് അശോക് മേത്ത എഴുതിയ പുസ്തകമാണ് 1857 ഗ്രേറ്റ് റെബല്യൻ. ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ PSC ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ പുസ്തകം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട ഏറ്റവും ആധികാരികമായ പുസ്തകമാണ് അശോക് മേത്ത എഴുതിയ 1857 ഗ്രേറ്റ് റെബല്യൻ.
1857 ഒരു മഹത്തായ കലാപം. 1857 ഗ്രേറ്റ് റെബല്യൻ എഴുതിയത് ആരാണ് എന്ന് എത്രയോ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അശോക് മേത്ത ആണ്. വെറും 1857 മാത്രമുള്ള പുസ്തകം എഴുതിയത് സൂര്യനാരായൺ സെൻ ആണ്. SN സെൻ എഴുതിയ പുസ്തകമാണ് 1857. ഇതാണ് ഏറ്റവും പ്രധാനം നോക്കിയപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു. 1857 ഗ്രേറ്റ് റെബല്യൻ, 1857 ഒരു മഹത്തായ വിപ്ലവം എഴുതിയതാണ് അശോക് മേത്ത. 1857 സൂര്യനാരായൺ സെൻ ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന മലയാളത്തിൽ താരതമ്യം എഴുതിയിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി എന്ന ഇംഗ്ലീഷ് പുസ്തകം എഴുതിയത് ടി.ആർ. ഹോംസ് ആണ്. വളരെ പ്രസിദ്ധ സ്കോട്ടിഷ് ഹിസ്റ്റോറിയനായ ടി.ആർ. ഹോംസ് ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി എഴുതിയത്. സിപ്പോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് 1857. ഈ പുസ്തകത്തിനെ പറ്റി ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു. സിപ്പോയ് എന്ന് പറഞ്ഞാൽ ശിപ്പായി എന്നാണ് അർത്ഥം. ശിപ്പായി ലഹള ആൻഡ് റിവോൾട്ട് 1857. ഈ പുസ്തകം എഴുതിയതാണ് ആർ.സി. മജുംദാർ. ഇദ്ദേഹത്തെ പറ്റി ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇദ്ദേഹം ഈ സമരത്തിന് വളരെയേറെ വിമർശനാത്മകമായി കണ്ടൊരു വ്യക്തിയായിരുന്നു. ഈ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പരിഹസിച്ചുകൊണ്ട് ആർ.സി. മജുംദാർ പറഞ്ഞ അഭിപ്രായം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇത് ഒന്നാമത്തേതോ ഇന്ത്യക്ക് വേണ്ടിയുള്ളതോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതോ ആൻഡ് നോട്ട് ഈവൻ എ സ്ട്രഗിൾ, ഒരു സമരം പോലും ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ അഭിഹസിച്ചുകൊണ്ട് പറഞ്ഞ വ്യക്തിയാണ് രമേശ് ചന്ദ്ര മജുംദാർ. ഈ അഭിപ്രായം അദ്ദേഹം പറഞ്ഞ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ദ സിപ്പോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് 1857 ആണ്. അപ്പൊ ദ സിപ്പോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് 1857 എഴുതിയത് ആർ.സി. മജുംദാർ ആണ്. വേറൊരു പുസ്തകം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യൻ വാർ ഫോർ ഇൻഡിപെൻഡൻസ് 1857. വി.ഡി. സവർക്കർ ആണ് എഴുതിയത്, വിനായക് ദാമോദർ സവർക്കർ. ആ പുസ്തകത്തിനകത്താണ് അദ്ദേഹം 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത്. അവസാനമായിട്ട് ഞാൻ ഈ പറയുന്നതും ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ദി ലാസ്റ്റ് മുഗൾ, ഫോൾ ഓഫ് എ ഡൈനാസ്റ്റി. അവസാനത്തെ മുഗളൻ, ഒരു സാമ്രാജ്യത്തിന്റെ പതനം മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ഇതാരെ പറ്റിയുള്ള പുസ്തകമാണെന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അവസാനത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷാ സഫറിന്റെ ജീവചരിത്രം പറയുന്ന പുസ്തകമാണ്. ഇത് സത്യത്തിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റി പറയുന്ന പുസ്തകത്തിനെക്കാട്ടുപരി ബഹദൂർ ഷാ സഫറിന്റെ ജീവചരിത്രം പറയുന്ന പുസ്തകമാണ് ദ ലാസ്റ്റ് മുഗൾ, ഫോൾ ഓഫ് എ ഡൈനാസ്റ്റി. അവസാനത്തെ മുഗൾ, ഒരു സാമ്രാജ്യത്തിന്റെ പതനം. ഈ പുസ്തകം എഴുതിയ പേര് അറിഞ്ഞിരിക്കുക വില്യം ഡാൽറിമ്പിൾ ആണ്. അപ്പൊ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് എഴുതപ്പെട്ട് PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച പുസ്തകം ഞാൻ ഒരിക്കലും ആവർത്തിക്കുന്നു. ഇത് രണ്ടുമാണ് പ്രധാനം, പക്ഷെ ബാക്കി കൂടെ നിങ്ങൾ അറിയണം. 1857 ഗ്രേറ്റ് റെബല്യൻ അശോക് മേത്ത, ദ ലാസ്റ്റ് മുഗൾ, ഫോൾ ഓഫ് എ ഡൈനാസ്റ്റി വില്യം ഡാൽറിമ്പിൾ, 1857 സൂര്യനാരായൺ സെൻ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി ടി.ആർ. ഹോംസ്, ദ മ്യൂട്ടിനി ആൻഡ് ദ സിപ്പോയ് മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട് 1857 എന്ന പുസ്തകം എഴുതിയത് ആർ.സി. മജുംദാർ. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്. സ്വാതന്ത്ര്യ സമരം ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതിന്റെ ബേസിക് ആയ കാര്യങ്ങൾ, പെട്ടെന്ന് പൊപ്പെടാനുള്ള കാരണം, കലാപത്തിന് പ്രാധാന്യം കിട്ടിയ സ്ഥലങ്ങൾ, അവിടെയൊക്കെ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ, കലാപത്തിനെ പറ്റി പ്രമുഖർ പറഞ്ഞ അഭിപ്രായങ്ങൾ, കലാപത്തിന്റെ അനന്തര ഫലങ്ങൾ, ഇത്രയും പറഞ്ഞുകൊണ്ടാണ് നമുക്കൊരു ബേസിക് ഏതൊരു PSC പരീക്ഷയിലും വേണ്ട എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ വരുന്നവര് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനകത്തുള്ള സംശയങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായിട്ട് ഈ വീഡിയോയുടെ താഴെ ചോദിക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ മറ്റു കാര്യം ചെയ്തുകൊണ്ട് ഭാഗങ്ങൾ പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു.